വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലീവ് എടുത്ത മംഗലാപുരത്ത് നിന്ന് നാട്ടിലോട്ട് വന്നവളാണ് ഇവൾ. സോ ഇവളെ തിരിച്ച് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവിടാൻ പോവാണ് ഞാൻ. എന്തായാലും വെളിയിലോട്ട് ഇറങ്ങിയതല്ലേ, ഇനിയിപ്പൊ അടുത്ത വരവിനല്ലേ ഇവളോട് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു ക്രേവിങ്സ് തോന്നി, ഒരു ഓർഡർ പ്രൈസ് കഴിച്ചാലോ എന്ന് ഒന്നും ആലോചിക്കാൻ നിന്നില്ല, നേരെ ഗൂഗിളിലോട്ട് വിട്ടു. ഇനി ഇത് ഓർഡർ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. താമസിച്ചു പോയി നമ്മൾ വന്നത്, കുറെ പേര് ഓർഡർ ചെയ്ത് നിന്നിട്ടുള്ളതുകൊണ്ട് നമ്മുടെ കിട്ടാൻ കുറച്ച് താമസിക്കും. അതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഫോട്ടോസ് എടുത്തുകൊണ്ട് നിന്നു. ഫൈനലി ലാസ്റ്റ് നമ്മുടെ ഓർഡർ പ്രൈസ് വന്നു ഗായ്സ്. എന്താന്നറിയത്തില്ല, വേറെ എവിടുത്തെ ലോഡർ ഫ്രൈസ് കഴിച്ചാലും ഈ ഒരു ലോഡർ ഫ്രൈസിനെ കൂട്ടാവുന്നില്ല. എനിക്കറിയില്ല ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. സത്യം പറഞ്ഞാൽ അത് കഴിച്ചാൽ നോക്കണം, കഴിച്ചു കഴിഞ്ഞാൽ അഡിക്ഷൻ ആയി പോകും. ഞാനിത് അഡിക്റ്റ് ആയി പോയി, എങ്ങനെ അഡിക്റ്റ് ആയി പോയി എന്ന് എനിക്കറിയത്തില്ല. ഒരു വട്ടം ഞാൻ ഇവിടെ കൊണ്ടുവന്നതേ ഉള്ളൂ, ഇതൊന്നും നമുക്ക് കഴിച്ച് നോക്കാം, നീ അഡിക്റ്റ് ആയി പോകുമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇപ്പൊ വരെ ഇപ്പൊ ഇത് എന്ന് പറഞ്ഞ് നടക്കുകയാണ് ഇവള്. ഇത് പ്രമോഷനൊന്നും അല്ല കേട്ടോ, സത്യമായിട്ട് നിങ്ങൾ ഈ അടൂര് പരിസരത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോഡർ ഫ്രൈസ് കഴിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും പോയി കഴിക്കണം. 200 റുപ്പീസിന് ഇത്രയും ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നുണ്ട്, ശരിക്കും വെറുതെ പോയി ട്രൈ ചെയ്ത് മസ്റ്റ് ആയിട്ട് നോക്കാം. അങ്ങനെ ഫുഡും കഴിച്ച് ഇറങ്ങി വന്നപ്പോഴാണ് ഒരു ടെസ്റ്റ് നടന്നത്. അവളുടെ ബസ് അങ്ങ് പോയി. സോ ഇനി അവൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം എന്നുണ്ടെങ്കിൽ ഇവളെ ഞാൻ കൊണ്ടുവിടേണ്ടി വരണം. ഇവളങ്ങനെ എന്നെ ലാസ്റ്റ് കൺവിൻസ് ചെയ്ത് എന്നെ കൊണ്ട് പോയി. നൈറ്റാ താമസിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവള് സമ്മതിച്ചില്ല. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. അവള് പറഞ്ഞു ഇനി ബസ്സേ ഇല്ലെന്ന്. അങ്ങനെ ഞാൻ ഇവളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് 2 ബസ് പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. 2 ബസ്.